നമസ്കാരം ഫ്രണ്ട്സ്, ഇത് എൻ്റെ സുഹൃത്താണ് മിസ്റ്റർ ഗോവിന്ദ്. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഹലോ ഗൈസ്, എൻ്റെ പേര് ഗോവിന്ദ്. ഞാൻ EV സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഗോവിന്ദ്, നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ EV സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്രേക്ഷകർക്ക് കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പം ഈയിടെ ഒരു വണ്ടിക്ക് തീ പിടിച്ചു, ഇലക്ട്രിക് വണ്ടിക്ക് തീ പിടിച്ചു. അതേപോലെ പല വണ്ടികൾക്കും ഇതിന്റെ മുമ്പ് പല വണ്ടികളും അല്ലേ തീ പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടികൾക്ക് തീ പിടിക്കുന്നത്? പെട്രോൾ വണ്ടികൾക്കും തീ പിടിക്കാറുണ്ട് അല്ലേ? ഞാനിപ്പം EV ചാനൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്കിപ്പം EV-നെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ആക്ച്വലി എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നത്? അതേപോലെ തന്നെ തീ പിടിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മളിപ്പം ഈ ഇലക്ട്രിക് വെഹിക്കിളിനകത്ത് വരുന്ന ഫയറിനെ ശരിക്കും 2 കാറ്റഗറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ലോ റിസ്ക് ഫയർ, പിന്നെ ഹൈ റിസ്ക് ഫയർ. ലോ റിസ്ക് ഫയർ എന്ന് പറയുന്നത് ഇപ്പം സാധാരണ ഒരു വണ്ടിയിൽ തീ പിടിക്കാൻ ചാൻസ് ഉള്ള കോമ്പണൻസ് അതിന് ഇലക്ട്രിക് വെഹിക്കിൾസിലുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിരിക്കുന്ന കാറിൽ സീറ്റ്, ഈ സീറ്റിന്റെ ഈ കുഷനും കാര്യങ്ങളൊക്കെ ഇത് ഇൻഫ്ലേമബിൾ ആണ്. ഇത് പെട്ടെന്ന് തീ പിടിക്കാൻ പറ്റും. അതേപോലെ റബ്ബറിന്റെ ട്രിം, ഹെഡ്ലൈനർ, അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഒരു ലോ റിസ്ക് ആയിട്ടുള്ള ഫയറിന് വേണ്ടിയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്കൂട്ടറിന്റെയോ ബൈക്കിന്റെയോ സീറ്റ്, ഇതൊക്കെ എല്ലാ വണ്ടികളിലുള്ള സെയിം കോമ്പണൻസ് ആണ്. അതേ കോമ്പണൻസ് തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലും ഷെയർ ചെയ്യുന്നുണ്ട്. അത് തീ പിടിക്കാൻ വേണ്ടി കേപ്പബിൾ ആണ്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഐസ് വെഹിക്കിൾസിൽ വരുന്ന സെയിം ഫയർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ലോ റിസ്ക് ഫയറിന് കാറ്റഗറൈസ് ചെയ്യാം. ബാറ്ററി പാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫയർ വരാൻ നേരത്താണ് അവിടെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളും കൂടുതൽ വരുന്നത്. അതിനെയാണ് നമ്മൾ ശരിക്കും ടെക്നിക്കലി തേർമൽ റൺഅവേ എന്ന് വിളിക്കുന്നത്. ലിഥിയം അയൺ ബാറ്ററി പാക്ക്, NMC ആവാം, LFP ആവാം, ഏത് കെമിസ്ട്രി വേണമെങ്കിലും ആവാം. അതൊരു ആക്സിലറേറ്റഡ് റിയാക്ഷനിലോട്ട് പോയി അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ബിൽഡപ്പ് കൂടി ഒരു പരിധിക്ക് ശേഷം അത് കത്തി ബാക്കി എല്ലാ ചുറ്റുള്ള സെൽസിനും കൊടുത്ത് എന്നിട്ട് ഇവൻച്വലി അത് ഫ്ലെയിംസിലോട്ട് പോകുന്നതിനെയാണ് തേർമൽ റൺഅവേ എന്ന് വിളിക്കുന്നത്. അതാണ് കുറച്ചൊരു നമുക്ക് കെടുത്താനും പാടുള്ളൊരു ഫയർ. അതൊരു കെമിക്കൽ ഫയർ ആയതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് വരാറുണ്ട്. മാനുഫാക്ചറിങ് ഫോൾട്ട് കൊണ്ട് വരാറുണ്ട്, അൺസേഫ് ആയിട്ടുള്ള ചാർജിങ് പ്രാക്ടീസസ് കൊണ്ട് വരാറുണ്ട്, ഹ്യൂമൻ എററിനെ കൊണ്ട് വരാനുണ്ട്. അപ്പം ഏതാണ് നമുക്ക് മോസ്റ്റ്ലി ഇപ്പം ചെയ്യാൻ പറ്റുന്ന മാനുഫാക്ചറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോൾട്ട്സ് ശരിക്കും നോംസും കാര്യങ്ങളും വഴി കുറച്ചും കൂടി സ്ട്രിക്റ്റ് ലോസ് ഉണ്ടാക്കേണ്ടതാണ്. ബാക്കി സേഫ് ചാർജിങ് പ്രോസസ്സും എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം അതൊക്കെ നമുക്ക് തന്നെ ശരിക്കും നോക്കാൻ വേണ്ടി പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് വരാൻ നേരത്ത് ഏതൊക്കെയാണ് സേഫ് ചാർജിങ് പ്രോസസ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ. അതേപോലെ ഈ അടുത്ത് മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു പെരിന്തൽമണ്ണയിലെന്ന് തോന്നുന്നു ഈ അടുത്തൊരു ഒരു വണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നമുക്കതിന്റെ മുകളിൽ പ്രൈമറി ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് ഈ ഒരു പോയിന്റ് ശരിക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കുന്നത് ശരിക്കും ആ വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാർക്ക് ചെയ്ത് പിന്നീട് എടുക്കാൻ നേരത്ത് സ്റ്റാർട്ട് ആവുന്നില്ല, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. അതിനുശേഷം വൈറ്റ് സ്മോക്ക് അതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് കണ്ടു. അപ്പോഴേക്കും അതിന്റെ ഓണർ ആയിരുന്നില്ല ഓടിച്ചത്, വേറൊരാളായിരുന്നു. വണ്ടി സൈഡാക്കി. അത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ ആയതുകൊണ്ട് മറ്റുള്ളവർ വന്നു. അപ്പം അവിടെ വൈറ്റ് സ്മോക്ക് ബൂട്ടിനകത്ത് വരാൻ നേരത്തെ തന്നെ നമുക്ക് ഒരു ഫയറിനുള്ള ചാൻസ് അവിടെ മനസ്സിലായി കഴിഞ്ഞു. ആ സ്മോക്ക് പിന്നീട് ഡാർക്ക് ആയിട്ട് പോയി, പിന്നെ ശേഷം അത് ഫ്ലെയിംസിലോട്ട് പോയി. ഇങ്ങനെയാണ് ഒരു ഇൻസിഡന്റിലോട്ട് വന്നത്. അതിന് ഇപ്പം 2 ഓപ്ഷൻസ് ആണ് ഉള്ളത് ഫയർ വരാൻ വേണ്ടി. ഒന്ന് ഹ്യൂമൻ എറർ. പൊതുവെ അത് ബേസിക്കലി മിക്ക ഹ്യൂമൻ എറേഴ്സും സംഭവിക്കാറ് ചാർജിങ്ങിന്റെ ടൈമിലാണ്. വെന്റിലേഷൻ കൊടുക്കാണ്ട് ചാർജ് ചെയ്യുക, ഓവർ ചാർജ് ചെയ്യുക, അതേപോലത്തെ ഒക്കെ. പക്ഷെ ഇവിടെ ചാർജിങ് പറഞ്ഞൊരു പ്രോസസ്സ് അല്ലായിരുന്നു, ഡിസ്ചാർജിങ് സൈക്കിളിലാണ് ശരിക്കും ഫെയിൽ ആയിരിക്കുന്നത്. അപ്പം ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ബാറ്ററി പാക്കിന്റെ മുകളിൽ മിസ്ഹാൻഡ്ലിംഗ് കാരണമുള്ള ഡാമേജസ് കാര്യങ്ങൾ വരുന്നത്. ഇതൊരിക്കലും ആ ഒരു വണ്ടി യൂസ് ചെയ്ത ഓണറിനെ അക്യൂസ് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല. പൊതുവെ ഇതേപോലത്തെ ഇൻസിഡൻസിൽ മിസ്ഹാൻഡ്ലിംഗ് കാരണം സംഭവിക്കാറുണ്ട്. രണ്ടാമത് വരുന്നത് മാനുഫാക്ചറിംഗ് ഫോൾട്ട് കാരണം. ഇപ്പൊ നമുക്കറിയാം ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ലിഥിയം അയൺ ബാറ്ററി പാക്ക് ആണ്. ആ സ്കൂട്ടറിന്റെ കേസിൽ NMC ബാറ്ററി പാക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വാഹനത്തിന്റെ പേരോ മാനുഫാക്ചറിന്റെ പേരോ ഞാൻ പറയുന്നില്ല, ഇവിടെ NMC ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവെ NMC കുറച്ചൊരു അൺസ്റ്റേബിൾ സൈഡിലാണെങ്കിലും 2 വീലേഴ്സിന് മിക്കത്തിലും NMC ആണ് യൂസ് ചെയ്യാറ്. ആൻഡ് അതിനെ പല വിധത്തിലും കെമിക്കലി മോഡിഫൈ ചെയ്ത് സേഫർ ആക്കാറുണ്ട്. പക്ഷേ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ അഥവാ ഇതിന്റെ അകത്തോട്ട് ഏതെങ്കിലും ഫോറിൻ പാർട്ടികൾ ഞാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു തെർമൽ റൺഅവേ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബാക്കിലൊക്കെ നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലെയിം ചെറിയൊരു പുക വരും. കാരണം ലിഥിയം എന്ന് പറയുന്ന ബെയർ മെറ്റൽ റിയാക്റ്റീവ് ആണ്. അതിന്റെ മുകളിലോട്ട് വേറെ ഫോറിൻ പാർട്ടിക്കിൾ വരാൻ നേരത്ത് അത് റിയാക്ട് ചെയ്യുന്നതാണ്. ഇതാണ് പൊതുവെ മാനുഫാക്ചറിംഗ് ഫോൾട്ടിൽ സംഭവിക്കാറ്. പിന്നെ അതേപോലെ തന്നെ ഈ വെഹിക്കിളിന്റെ ബാറ്ററി പാക്കിന് തന്നെ BMS സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. കുറെ ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ടാവും ബാറ്ററിന്റെ അകത്ത്. ഈ ടെമ്പറേച്ചറിന്റെ മുകളിൽ പോകാൻ നേരത്ത് പവർ കട്ട് ഓഫ് ചെയ്യും. അതിനുശേഷം ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൂൾ ചെയ്യാൻ വേണ്ടി നോക്കും.
നോക്കും. അങ്ങനെ കുറെ മെഷേഴ്സ് ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ EV തീപിടുത്തം പൊതുവേ കാണാറ് സമ്മർ ടൈമിലാണ്. വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടു ചൂട് കൂടിയിട്ട്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് നടന്ന ദിവസത്ത് അന്ന് അത്യാവശ്യം നല്ല മഴ പെയ്യുന്ന ഒരു ദിവസമായിരുന്നു. ഈ ഒരു പറയുന്ന ലൊക്കേഷനിൽ നല്ലൊരു അത്യാവശ്യം മഴ പെയ്ത് ആ ഒരു വിധത്തിലുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ആംബിയൻ ടെമ്പറേച്ചർ കൂടിയതല്ല ഇതിന്റെ ആക്ച്വലി ഫോൾട്ട് ആയിട്ടുള്ളത്. സോ ഇത് മാനുഫാക്ചറിംഗിന്റെ അകത്ത് സംഭവിച്ച ഫോൾട്ടാണ്, അല്ലെങ്കിൽ മിസ്ഹാൻഡ്ലിംഗ് കൊണ്ടുള്ളതാണ്. ഇതിന്റെ അകത്ത് ഏതെങ്കിലും ആയിരിക്കുന്നതാണ് പ്രൈമറി ആയിട്ട് ഞങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതേപോലെ ഗോവിന്ദ്, ഇപ്പൊ ഒരു വണ്ടിക്ക് തീ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് നമ്മൾ ഇപ്പൊ പേടിച്ചു പോകുമല്ലോ. അപ്പോൾ കുറെ ഇൻസിഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മള് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ശരിക്കും ആ ഒരു തീ പിടിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾ ഫയർസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റയർ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ രണ്ടുപേരും ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ്. പക്ഷേ നമ്മൾ ഇതേപോലത്തെ റയറസ്റ്റ് ഓഫ് ദ റയർ സിനാറിയോന് ശരിക്കും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പം ചിലപ്പം ഈ റയർ സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ടിലേക്ക് നടക്കുന്നത്, ഞാൻ EV സേഫ്റ്റി ട്രെയിനിങ് ഫയർഫോഴ്സിനോട് എടുത്തു കൊടുക്കുന്ന ടൈമിൽ തന്നെ പറയാറുണ്ട് ചിലപ്പോൾ ഓഫീസേഴ്സിനോട്, നിങ്ങളുടെ സർവീസിൽ ചിലപ്പം ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി പോലും വരില്ല. പക്ഷെ അത് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇതിന്റെ മുകളിൽ പെർഫെക്റ്റ്ലി ഹാൻഡിൽ ആയിരിക്കണം എന്നല്ലേ. ബൈസ്റ്റാൻഡേഴ്സ് എന്ന നിലയ്ക്ക് ശരിക്കും പബ്ലിക്കിന് ഇതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ മുകളിൽ തീ പിടിക്കാൻ സാധ്യത അല്ലെങ്കിൽ പുക വരുന്ന കാണുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ മുകളിൽ ശരിക്കും പാനിക് ആവേണ്ട എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആ വെഹിക്കിളിന്റെ ലൊക്കേഷൻ. ഇതിപ്പം ഇതേപോലെ ഒരു വിട്ട് നിൽക്കുന്ന സ്ഥലമാണ്, ഇവിടെ അടുത്ത് പെട്ടെന്ന് തീ പിടിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അപ്പൊ നമ്മുടെ വെഹിക്കിളിനെ അവിടെ മാറ്റേണ്ടതില്ല. പക്ഷെ അഥവാ അതൊരു പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിലാണ്, അവിടെ പ്രയോറിറ്റി ആയ വെഹിക്കിളിനെ എത്രയും പെട്ടെന്ന് ആ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാറ്റുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത് ഇതൊരു കുറെ ആൾക്കാരുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ മറ്റു വണ്ടികളുണ്ട്, ഈ വണ്ടിനെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ബാക്കി സംഭവങ്ങളെ മാറ്റിയിട്ട് ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ബാറ്ററി പാക്ക് ശരിക്കും തീ പിടിച്ചിട്ട് കുറച്ചൊരു ടൈം എടുത്തിട്ടാണ് ഇത് കത്തി വരുന്നത്. വെള്ളപ്പുകയിലോട്ട് പോകും, ഡാർക്ക് പുകയാവും, അതിനുശേഷമാണ് ഗ്യാസ് പുറത്തോട്ട് വന്ന് ഇത് കത്തുന്നത്. നമ്മളപ്പോൾ ഇതിന്റെ മുകളിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. പലരും വിചാരിക്കാറുണ്ട് ബാറ്ററി പാക്ക് കത്തി കഴിഞ്ഞ് ഇതൊരു ഇലക്ട്രിക്കൽ ഫയർ ആണല്ലോ, നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യേണ്ടത്, ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതിന്റെ അകത്ത് ശരിക്കും ഒരു പ്രശ്നം വരുന്നത്, ഈ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ വെഹിക്കിളിന്റെ മുകളിൽ ബാക്കി കോമ്പണന്റിനൊക്കെ തീ പിടിക്കുമല്ലോ. അതായത് ഈ ഫയർ പറഞ്ഞിട്ട് ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക് കോമ്പണൻസിനൊക്കെ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഫോം യൂസ് ചെയ്യാം. പക്ഷേ ബാറ്ററി പാക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ ശരിക്കും വരാൻ കാരണം അതിന്റെ അകത്ത് നല്ല ഹോട്ട് ആയിട്ടുള്ള കെമിക്കൽസ് ബിൽഡപ്പ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. എസ്പെഷ്യലി ഈ ബാറ്ററി പാക്ക് ഒരു ഫോൾട്ടിലോട്ട് പോയി അതിന്റെ സെൽസ് ചൂടായി, എന്നിട്ട് സെൽസിന്റെ ഔട്ടർ ലെയർ റപ്ചർ ചെയ്ത് ഗ്യാസ് പുറത്തോട്ട് വന്നു. ആ ഗ്യാസ് ബാറ്ററി പാക്കിനകത്തുള്ള ബാക്കി സെൽസിന്റെ ഇടയിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് അതിനെയും കംപ്ലൈന്റ് ആക്കി, അങ്ങനെയാണ് ഇതിന്റെ ഫയർ വരുന്നത്. അവിടെ ആക്ച്വലി ഈ ഒരു തെർമൽ റണ്ണവേ എന്ന് പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ ആണ് ഒരു ഫയർ ഉണ്ടാക്കാൻ കാരണം. നമ്മളപ്പം പുറമേ ഉള്ള ലൈറ്റ് ആയിട്ടുള്ള ഫയർസിനെ കെടുത്തി കഴിഞ്ഞിട്ട് ഇത് ശരിക്കും അവിടെ തീ കിടില്ല. അപ്പം ബൈ എക്സ്പെരിമെന്റിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത്, ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിന്റെ മുകളിൽ സ്പ്രേ ചെയ്തിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ റേറ്റഡ് ടെമ്പറേച്ചറിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മളിപ്പോ ഇൻസിഡന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഫയർഫോഴ്സ് 2 മിനിറ്റിനകത്ത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അവിടെ ആക്ച്വലി വെള്ളം നല്ല പ്രഷറിൽ അടിച്ചിട്ട് സിറ്റുവേഷൻ കൂടെ വെക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മുടെ ബാറ്ററി പാക്കിന് നമുക്ക് സേഫ് ആയിട്ട് ലെവലിലോട്ട് എത്തിക്കാൻ പറ്റും. എന്നാലും ഈ ബാറ്ററി പാക്ക് വീണ്ടും തീ പിടിക്കാനോ ഒരു ഡിലേഡ് ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. 2 വീലർ ആണെങ്കിൽ ഐഡിയലി ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ആ ബാറ്ററി പാക്ക് റിമൂവ് ചെയ്തിട്ട് ഒരു ബക്കറ്റ് ഓഫ് വാട്ടറിൽ മുക്കി വെക്കുക. അതാകുമ്പോൾ അതിന് കണ്ടിന്യൂസ്ലി കൂളിംഗ് കിട്ടിക്കൊണ്ടിരിക്കും. മലപ്പുറത്ത് വരുന്ന സിറ്റുവേഷനിലും അതേപോലെ ആയിരുന്നു ചെയ്തത്. ബാറ്ററി പാക്ക് ഊരിയിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചു, ഡിലേഡ് ഫയർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാറാണ് തീ പിടിക്കുന്നതെങ്കിൽ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത്, പറ്റുമെങ്കിൽ ഈ കാറിന്റെ മിക്കത്തിന്റെ ബാറ്ററി പാക്ക് അടിഭാഗത്തുള്ളത്. അതിന്റെ പ്രശ്നം വരുന്നത് ബാറ്ററി പാക്ക് അടിഭാഗത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബാറ്ററി പാക്കിന്റെ ഇത് ഹോസ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു വണ്ടിയുടെ അടിഭാഗം കഴുകാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം പാടാണ് ശരിക്കും വെള്ളം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ല പ്രഷറിലുള്ള ഹോസ് ആണെങ്കിൽ അത് അതിനെക്കാട്ടും പാടാവും. അഥവാ ഒരു പോസിബിലിറ്റി ഉണ്ട്, വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള സ്മോക്കാണ് വന്നു തുടങ്ങുന്നത്, പെട്ടെന്ന് ഈ വണ്ടീനെ ജാക്കിൽ വെച്ചിട്ട് കുറച്ച് ചരിക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം നമ്മൾ കുറച്ചൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ അതിന്റെ യൂസബിൾ ആയിട്ടുള്ള ഏരിയ നമുക്ക് കൂടും വെള്ളം എത്തിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ചുറ്റും ഒരു ബണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പല ഒബ്ജക്ട്സ് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, അതാകുമ്പോൾ വെള്ളത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബാറ്ററി പാക്ക് പൊതുവെ പൊട്ടിത്തെറിക്കാറില്ലെങ്കിലും there is a risk of it. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ബാരിയറോ കാര്യങ്ങളോ വെക്കുക. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതാണുള്ളത്. പാനിക്കായിട്ട് നിൽക്കുന്നതിന് പകരം ഇതേപോലത്തെ കുറച്ച് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സും കാര്യങ്ങളും ചെയ്തു വന്നാൽ
നമുക്ക് ആ ഫയറിനെ പെട്ടെന്ന് നല്ലപോലെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഈ ഫയറിനെ കണ്ടെയ്ൻ ചെയ്യാൻ നേരത്ത് എൻവയറമെന്റിൽ ഉണ്ടാവുന്ന ദോഷവും അതേപോലെ നല്ലപോലെ കുറയും. ഇതാണ് ബൈസ്റ്റാൻഡേഴ്സ് ആദ്യം ചെയ്യേണ്ടത്. പാനിക് ആവുന്നതിന് പകരം അത് എന്ത് ഫയറാണ്, അത് ശരിക്കും ബാറ്ററി പാക്കിന്റെ ഫയർ ആണോ അല്ലെന്ന് നമ്മൾ നോക്കണം. കാരണം ചില കേസിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ബോൺസിൽ നിന്നായിരിക്കും തീ പിടിക്കുന്നത്, ബാറ്ററി പാക്ക് അടിഭാഗത്ത് ഉണ്ടാകുന്നത്. അത് ഒരു കാരണവശാലും ബാറ്ററി പാക്കിന്റെ ഫയർ ആയിരിക്കില്ല. അവിടെ വാട്ടർ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല, ഫോമിനെ കൊണ്ട് കെടുത്താൻ വേണ്ടി പറ്റും. അതേപോലെ ഇപ്പം 2 വീലർ ആണ്, ഇപ്പൊ അത് ഓല അല്ലെങ്കിൽ ഏത്ര പോലത്തെ സ്കൂട്ടർ ആണെങ്കിൽ അത് ഫ്ലോർ പാനിലാണ് ബാറ്ററി എടുത്തത്. ഫ്ലോർ പാൻ എന്നാണ് ഫയർ വരുന്നത്. ആൻഡ് ഈ ഫയറിൽ നല്ല ഷൂട്ടിംഗ് ആയിട്ട് ഫ്ലെയിംസ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ബാറ്ററി പാക്ക് ഫയർ ആണെന്നുള്ളത്. അതല്ല സീറ്റിന്റെ മുകളിലാണ് തീ പിടിച്ചത്, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വയറിംഗ് ഹാർനസിന്റെ മുകളിലാണ് തീ പിടിച്ചത്. അങ്ങനെ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് ഈ ഫയറിന്റെ ഏകദേശം നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അഥവാ ഒരു EV ഫയർ നമ്മുടെ ഫ്രണ്ടിലേറ്റം നിർഭാഗ്യവശാൽ വരികയാണെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. I get those goosebumps every time you come around, yeah.